ക്രിസ്തുമസ് പുതുവത്സരാഘോഷങ്ങളുടെ ഭാഗമായി ദീപാലങ്കൃതമായി മാനാഞ്ചിറ ലൈറ്റ് ഷോ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാനാഞ്ചിറ സ്ക്വയറിൽ മ്യൂസിക് ഫൗണ്ടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇല്ലുമിനേറ്റിംഗ് ജോയ് സ്പ്രെഡിംഗ് ഹാർമണി എന്ന ആശയത്തിലാണ് വിനോദസഞ്ചാര വകുപ്പ് ലൈറ്റ് ഷോ ആരംഭിച്ചിരിക്കുന്നത്. വിവിധ വർണ്ണങ്ങളിൽ തിളങ്ങുന്ന മാനാഞ്ചിറ കൂടുതൽ സുന്ദരിയാകുന്നു. ജനുവരി 2 വരെ തുടരുന്ന രീതിയിലാണ് ലൈറ്റ് ഷോ. ഉയർന്ന കമാനാകൃതിയിലുള്ള നടപ്പാത സൃഷ്ടിക്കുന്ന ടണൽ ഓഫ് ലൈറ്റ്സ്, ചുവപ്പ് സ്വർണ്ണ നിറങ്ങളിലുള്ള ദി ജയന്റ് ഡ്രാഗൺ എന്നിവ ലൈറ്റ് ഷോയിലെ മുഖ്യ ആകർഷണങ്ങളാണ്. മാനാഞ്ചിറ സ്ക്വയറിൽ ആരംഭിച്ചിരിക്കുന്ന ലൈറ്റ് ഷോ മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു. മാനാഞ്ചിറ സ്ക്വയറിൽ എത്തുന്നവർക്ക് എല്ലാ ദിവസവും ആസ്വദിക്കാവുന്ന തരത്തിൽ മ്യൂസിക്കൽ ഫൗണ്ടൻ ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഇപ്പൊ ദീപാലങ്കൃതമായ മാനാഞ്ചിറ സ്ക്വയർ ഈ 10 ദിവസം ആസ്വദിക്കുന്നത് പോലെ എല്ലാ ദിവസവും കോഴിക്കോട് നഗരവാസികൾക്കും മറ്റിടങ്ങളിലുള്ളവർക്കും മ്യൂസിക്കൽ ഫൗണ്ടൻ ആസ്വദിക്കാൻ സാധ്യമാകുന്ന നിലയിലേക്ക് നഗരത്തെ മാറ്റുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. ആദ്യ ദിനം തന്നെ നിരവധി പേർ ലൈറ്റ് ഷോ കാണാൻ എത്തിയിരുന്നു. മാനാഞ്ചിറയ്ക്ക് ചുറ്റുമുള്ള മരങ്ങളും നടപ്പാതകളുടെ വശങ്ങളിലുമെല്ലാം ദീപങ്ങളാൽ അലങ്കൃതമാണ്. വരും ദിവസങ്ങളിൽ നഗരത്തിലെ പ്രധാന ഭാഗങ്ങളും ദീപങ്ങളാൽ അലങ്കരിക്കും. പുതുവത്സരാഘോഷത്തിന് മന്ത്രി മുഹമ്മദ് റിയാസ് കേക്ക് മുറിച്ച് തുടക്കം കുറിച്ചു. ചടങ്ങിൽ വനം വന്യജീവി സംരക്ഷണ വകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ മുഖ്യാതിഥിയായി. കൈരളി ന്യൂസ്, കോഴിക്കോട്.